അനുമോളുടെ ശത്രുക്കൾക്ക് ഒരു വടി കിട്ടിയിരിക്കുന്നു. എന്താണ്? ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബലമായി മോതിരം സമ്മാനമായി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് സമ്മാനമായിട്ടൊരു മോതിരം കിട്ടിയ ആരാ വേണ്ടെന്ന് വയ്ക്കുക? അതവിടെ ഒരു ടാസ്കിൽ ജയിച്ചിട്ട് ചിത്ര ചേച്ചിക്ക് സന്തോഷമായിട്ട് കൊടുത്തൊരു മോതിരല്ലേ. അതിനെന്തിനാണ് ഈ അനുമോളിലെ ശത്രുക്കൾ ഈ ഇല്ലാതിനും പറഞ്ഞു വരുത്തുന്നത്? നമുക്ക് ആർക്കും ആഗ്രഹമില്ലാത്ത ഒരു മോതിരം സമ്മാനമായി തന്നു കഴിഞ്ഞാൽ വേണ്ടെന്നാ പറയുക. നമ്മൾ ഇതൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമുകളൊക്കെ ആദ്യമേ ഷൂട്ട് ചെയ്ത് ഇതൊക്കെ തിരക്കഥ പ്രകാരം എല്ലാം ചെയ്തു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചിത്ര ചേച്ചി അനുമോൾക്കൊരു മോതിരം ഓഫർ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് ടാസ്ക് കളിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഡൈവർഷൻ കൊടുത്ത് അത് പ്രേക്ഷകർക്ക് അനുകൂലമായി അത് പ്രേക്ഷകർക്ക് ആകാംക്ഷ നിൽക്കുന്ന രീതിയിൽ അത് ചെയ്തു. അത്രയുള്ളതിൽ അല്ലാണ്ട് ഇപ്പോൾ ഈ അനുമോൾ ബലമായിട്ട് പോയിട്ട് മോതിരം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയെ അല്ലെങ്കിൽ അതിന് നിർബന്ധം പിടിക്കുകയോ ഒന്നുമല്ല ഉണ്ടായത്. അത് ചിത്ര ചേച്ചി ആദ്യമേ ബിഗ് ബോസ് മത്സരാർത്ഥി വിജയിക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഒരു മോതിരമാണ്. അതിനിങ്ങനെ ഒരു നാടകീയത ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ വിനും അതുപോലെ തന്നെ അനുമോളും കൂടി തെറ്റും എന്നുള്ളത്. അതും നടന്നില്ല. അനുമോൾ എല്ലാ പൈസയും വിനുവിന് സെറ്റിൽ ചെയ്തു. ഈ സീസണിൽ ഏറ്റവും അധികം ഫേമസ് ആയത് ഈ അനുമോളുടെ PRO വിനുവാണ്. വിനുവിന് എല്ലാ പൈസയും കൊടുത്തുകൊണ്ട് അവർ സംയുക്തമായിട്ട് അവർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിനു പറയുന്നുണ്ട് അനു നല്ല കുട്ടിയാണ്, അനുവിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചത്, ആത്മവിശ്വാസത്തോടാണ് ജയിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, വിനുവിന് കൊടുക്കാനുള്ള എല്ലാ പൈസകളും അണപ്പൈ വ്യത്യാസമില്ലാണ്ട് പറഞ്ഞ വാക്ക് അതുപോലെ അനുമോൾ പാലിച്ചു. 1 ലക്ഷം അഡ്വാൻസ് കൊടുത്താലും ബാക്കി 15 ലക്ഷം വന്ന വഴിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം ഇതൊക്കെ പുറത്ത് വരാൻ കാരണം ബെന്നി പറഞ്ഞുകൊണ്ടാണ്. ബെന്നിയാണ് ഇത് പുറത്താക്കിയത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ അനുമോൾ എയറിൽ കയറിയത്. പക്ഷെ അതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ PR കൊടുത്ത് പോകാത്തവരൊക്കെ അവിടെ നിന്ന് നിലം തൊടാണ്ട് ഓടിപ്പോയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PR കൊടുത്ത് പോയ ആൾക്കാരൊക്കെ കുറേ നാൾ അവിടെ നിന്നിട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു ഒന്നിൻ്റെ മേലെ ഒരു തള്ള് എന്നുള്ള നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അല്ലാണ്ട് മുഴുവൻ PRൻ്റെ ബലത്തിൽ ബിഗ് ബോസിൽ കപ്പ് മേടിക്കാൻ ആർക്കും കഴിയില്ല. വെറുതെ നിന്നാൽ കിട്ടില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് കൊടുക്കണം. കണ്ടൻറ്റ് കൊടുത്തത് അനുമോളാണ്, അതുകൊണ്ട് കിട്ടി. ഇനിയും അനുമോളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും ശത്രുക്കൾ പിന്നാലെ അസൂയക്കാർ പിന്നാലെ നടക്കുന്നത്. ശംഭോ മഹാദേവ, എന്ത് പറയണേ.